മലയാളം TV ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴ പാർലമെന്റ് സീറ്റിൽ മത്സരിച്ച ബഹുജൻ ദ്രാവിഡ് പാർട്ടി സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റി പ്രദർശിപ്പിച്ചതായി പരാതി ഉയരുന്നു. ചേർത്തല തുറവൂർ വളമംഗലത്തെ 163 നമ്പർ ബൂത്തിലാണ് മേൽപ്പറഞ്ഞ സംഭവം ഉണ്ടായത്. BDP സ്ഥാനാർത്ഥിയായ വയലാർ രാജീവിന്റെ പേര് വയലാർ രാജേന്ദ്രൻ എന്ന് ആക്കിയതാണ് പരാതിക്ക് ഇടയാക്കിയ സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിലായി കണ്ടസ്റ്റ് ചെയ്യുകയാണ്, മത്സരിക്കുകയാണ്. നാഷണൽ പാർട്ടി ആയിട്ടാണ് നമ്മുടെ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ കേരളത്തിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മത്സര രംഗത്ത് നമ്മൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 163 നമ്പർ ബൂത്തിൽ വളമംഗലം ചേർത്തലയിൽ തുറവൂർ വളമംഗലം ബൂത്തിൽ എൻ്റെ പേരിൻ്റെ ഭാഗത്ത് വയലാർ രാജീവൻ എന്നെഴുതേണ്ടതിന് പകരം വയലാർ രാജേന്ദ്രൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചത്. അത് ബാലറ്റിലല്ല, അത് പുറത്ത് ബോർഡ് എഴുതി പ്രദർശിപ്പിക്കണം എന്നുള്ളത് നിയമമാണ്. അതും എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഒരേ വലിപ്പത്തിലുള്ള അക്ഷരത്തിൽ ഒരേപോലെ ചിഹ്നവും പേരും ക്രമനമ്പരും രേഖപ്പെടുത്തിയിട്ടുണ്ടാകണമെന്ന് നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്ഷൻ ഉള്ളതാണ്. ആ സ്ഥാനത്താണ് എൻ്റെ പേരിന് പകരം വയലാർ രാജീവൻ എന്നുള്ള പേരിന് പകരം വയലാർ രാജേന്ദ്രൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് തുടങ്ങിയ ഇലക്ഷൻ പലരും അവിടെ നിന്ന് എന്നെ വിളിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിത് അറിയുന്നത്. ഇവിടെ പേര് വയലാർ രാജീവൻ ഇവിടെ സ്ഥാനാർത്ഥി അല്ലയോ, ഇവിടെ പേരെഴുതി വെച്ചിരിക്കുന്നത് വയലാർ രാജേന്ദ്രൻ എന്നാണല്ലോ. അപ്പോഴാണ് നമ്മൾ ഇവിടെ എൻ്റെ മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ഞാൻ ഏകദേശം 3 മണിയോടുകൂടി ഞാൻ ബൂത്തിലെത്തി കാര്യങ്ങൾ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം അവർ പലരോടായി വിളിച്ച് ചോദിച്ചു അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചെങ്കിലും അവർ വൈകിട്ട് 4:30 മണി വരെ അവിടെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് തിരുത്തൽ വരുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തും നിരവധി ആൾക്കാർ അവിടെ വോട്ട് ചെയ്യുകയും അത് സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങളും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ബലമായ സംശയം എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാർ പലരും തന്നെ ഞാൻ സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഈ പേര് മാറ്റാനുള്ള കാരണമെന്ന് വരെ ചർച്ചയുണ്ടായി. അപ്പം എനിക്ക് കിട്ടേണ്ട വോട്ട് മറ്റു പലർക്കും പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ഇവിടെ ജനങ്ങളെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഈ പാർട്ടിയെയും അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായ എന്നെയും ഇവിടെ ഇതേപോലെ അവർ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഇതിനേക്കാൾ ഏറെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗൂഢമായ തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ ഇത് ആക്ഷേപിക്കുവാനായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നെ മാത്രമല്ല, എൻ്റെ പാർട്ടിയെ മാത്രമല്ല, ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിച്ചവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന തരത്തിലും അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുമാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ മനഃപൂർവ്വമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ ഇത് സ്വാഭാവികമായി വന്നു ചേർന്നതല്ല. കാരണം 163 നമ്പർ ബൂത്തിലുള്ള വോട്ടർമാരിൽ പലരും മറ്റ് ഏത് ബൂത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നോട് കൂടുതൽ താല്പര്യമുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മനഃപൂർവ്വമായിട്ടാണ് എൻ്റെ പേര് വയലാർ രാജീവൻ എന്നുള്ളത് വയലാർ രാജേന്ദ്രൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളുടെയും പേര് ബൂത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രസ്തുത സ്ഥാനാർത്ഥി രാവിലെ തന്നെ മേൽപ്പറഞ്ഞ വിവരങ്ങളെല്ലാം ഓഫീസിൽ അറിയിച്ചതായി പറയുന്നു.